ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. അന്നേ ദിവസം നമ്മുടെ ക്വിസ് മത്സരങ്ങളിലെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേയധികം ചോദ്യങ്ങളുണ്ട്. വെറുതെ ക്വിസ് മത്സരത്തിന് ചോദിക്കുകയല്ല, ഇത് നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള നിരവധിയായ ചോദ്യങ്ങളിൽ നിന്നും അരിച്ചെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക, എന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടൂ. വേണമെങ്കിൽ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്, അറിയാവുന്നതാണ്. നേരെ നമ്മൾ ഇന്നത്തെ ക്വിസ് മത്സരത്തിന്റെ ചോദ്യങ്ങളടങ്ങിയ വീഡിയോയിലേക്ക്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. പ്രധാനപ്പെട്ട ആദ്യ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. സമുദ്രമാർഗം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ്? സമുദ്രമാർഗം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ പോർച്ചുഗീസുകാർ. അടുത്ത ചോദ്യം. പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ വർഷമേത്? പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ വർഷമേത്? ഉത്തരം നോട്ട് ചെയ്യുക. 1498 മെയ് 21. അടുത്ത ചോദ്യം. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അതെ, പോർച്ചുഗീസുകാർ. അടുത്തൊരു ചോദ്യം. 1741 മാർത്താണ്ഡവർമ്മയുമായുള്ള ഏത് യുദ്ധത്തിലാണ് ഡച്ചുകാരുടെ പതനം പൂർത്തിയായത്? 1741 മാർത്താണ്ഡവർമ്മയുടെ ഏത് യുദ്ധത്തിലാണ് ഡച്ചുകാരുടെ പതനം പൂർത്തിയായത്? ഉത്തരം കുളച്ചൽ യുദ്ധം. ഓർത്തിക്കുക, കുളച്ചൽ യുദ്ധമാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് ഡച്ചുകാർ തയ്യാറാക്കിയ ഗ്രന്ഥം ഏത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് ഡച്ചുകാർ തയ്യാറാക്കിയിട്ടുള്ള ഗ്രന്ഥം ഏത്? ഉത്തരം അതേ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ഓക്കെ, ദെൻ വ്യാപാരത്തിനായി ഇന്ത്യയിൽ എത്തിയ അവസാനത്തെ യൂറോപ്യർ ആരാണ്? വ്യാപാര ആവശ്യത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യർ ആര്? യൂറോപ്പുകാർ. ഉത്തരം ഫ്രഞ്ചുകാർ. 1664 അവര് എത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഉത്തരം ഫ്രഞ്ചുകാർ. ദെൻ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം ഏത്? ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം ഏതാണ്? ഉത്തരം 1954. ഓക്കെ, 1954. ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ സ്ഥാപിച്ചു അല്ലെ? എന്നാണ് സ്ഥാപിച്ചത് നമുക്കറിയാം. 1757 ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചത്. ഇത്തരത്തിൽ ഏത് യുദ്ധത്തിന്റെ ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത്? 1757 ആ യുദ്ധം ഏത്? നമുക്കറിയാം, സിറാജുദ്ദൗളയുമായി ബന്ധപ്പെട്ട്. ഉത്തരം പ്ലാസി യുദ്ധം, പ്ലാസി വാർ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആര്? ഉത്തരം കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആര്? ആദ്യത്തെ വൈസ്രോയി നമ്മൾ പറഞ്ഞു കാനിങ് പ്രഭുവാണ്. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു? നമുക്കറിയുന്ന ഉത്തരം തന്നെയാണ്. അതെ, ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. 1829 നമുക്കറിയാം സതി അല്ലെ? അത്രയും വലിയൊരു അനാചാരമായിരുന്നു സതി. ഈ ഒരു സതി എന്ന സമ്പ്രദായം
1829 നിർത്തലാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയിയുടെ പേര് എന്താണ്? ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉത്തരം വില്യം ബെന്റിക് പ്രഭു. റൈറ്റ് ആൻസർ ഈസ് വില്യം ബെന്റിക് പ്രഭു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ തപാൽ റെയിൽവേ സമ്പ്രദായങ്ങൾ ആരംഭിച്ച വൈസ്രോയി ആരാണ്? നമുക്കറിയാം, ഇന്ത്യൻ റെയിൽവേ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച വലിയ റെയിൽവേ ആണ്. ഏറ്റവും കൂടുതൽ റെയിൽവേ ലൈനുകളുള്ള ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ. അങ്ങനെ അത്തരത്തിൽ ഇന്ത്യയിൽ തപാൽ അതേപോലെ റെയിൽവേ സമ്പ്രദായങ്ങൾ ആരംഭിച്ച വൈസ്രോയിയാണ് ഡൽഹൌസി പ്രഭു. ഓർത്തു വയ്ക്കുക, ലോർഡ് ഡൽഹൌസി. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ മൈസൂർ ഭരണാധികാരികൾ ആരെല്ലാമായിരുന്നു? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ മൈസൂർ ഭരണാധികാരികൾ. ഉത്തരം ഹൈദർ അലി ആൻഡ് അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താൻ. ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താൻ. അടുത്തത്, കുറിച്യ സഹായത്തോടെ ബ്രിട്ടീഷുകാർക്ക് എതിരെ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച നാട്ടുരാജാവ് ആര്? കുറിച്യരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച നാട്ടുരാജാവാണ്. ഉത്തരം കേരളവർമ്മ പഴശ്ശിരാജ എന്ന് വായിക്കുക. കേരളവർമ്മ പഴശ്ശിരാജ. അദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പഴശ്ശിരാജയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മാനന്തവാടി, വയനാട്. അടുത്ത ചോദ്യം, പഴശ്ശി മ്യൂസിയം എവിടെയാണ്? പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോഴിക്കോട്. അടുത്ത ചോദ്യം, പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കണ്ണൂർ. അടുത്ത ചോദ്യം, കേരള സിംഹം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? കേരള സിംഹം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കുക. കേരള സിംഹം എന്ന ഗ്രന്ഥം രചിച്ചത് ഉത്തരം KM പണിക്കർ. നമ്മൾ ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാരെ നേരിട്ട ദിവാൻ ആരായിരുന്നു? തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാരെ നേരിട്ട ദിവാന്റെ പേര് ഉത്തരം വേലുത്തമ്പി ദളവ. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടുള്ളത്. ഇതേപോലെ നമ്മൾ നിരവധിയായ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തയ്യാറാക്കി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ ഭാഗമായി ആ വീഡിയോകൾ കൂടി കാണുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റുള്ള ആളുകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.